കോഴിക്കോട് രാമനാട്ടുകര ബിവറേജിൽ മോഷണം CCTV കുടകൊണ്ടു മറച്ചാണ് കവർച്ച നടത്തിയിട്ടുള്ളത്. മദ്യവും പണവും നഷ്ടമായതിന്റെ കണക്ക് പോലീസ് പരിശോധിക്കുന്നുണ്ട്. സിനോജ് തോമസ് ഉണ്ട് നമുക്കൊപ്പം. സിനോജ്, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വെറും കള്ളനല്ല, പഠിച്ച കള്ളനാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഷിഹാസ്, ഇന്നലെ ബിവറേജ് അവധിയായിരുന്നു, സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഈ കവർച്ച നടക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഷട്ടർ ഉയർത്തുന്നു. ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. ഒരു കമ്പിയുണ്ട്, ചുറ്റികയുണ്ട്. ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് ഷട്ടർ ഉയർത്തുന്നു. കമ്പിയും ചുറ്റികയും അവിടെ വെക്കുന്നു. അതിനുശേഷം ഷട്ടർ കുനിഞ്ഞ് അകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ CCTV ഉണ്ടെന്ന് കള്ളനെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് കുട ചൂടി ആണ് അകത്തേക്ക് കയറുന്നത്. റെയിൻകോട്ടും കള്ളൻ ധരിച്ചിട്ടുണ്ട്. ആളെ തിരിയാതിരിക്കാൻ വേണ്ടിയാണ് റെയിൻകോട്ട് ധരിച്ച് CCTVയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട ചൂടിക്കൊണ്ടാണ് ഈ ബിവറേജ് ഔട്ട്ലെറ്റിന്റെ അകത്ത് കയറുന്നത്. ഏതായാലും 5 ലക്ഷം രൂപ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ജീവനക്കാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഫറൂഖ് പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. അതായത് ഓണക്കാലം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോക്കും ബിവറേജിൽ ഉണ്ടായിരുന്നു. മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, പണം എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ബിവറേജസ് കോർപ്പറേഷന്റെ ജീവനക്കാരും അവിടെയുണ്ട്. പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരുന്നു. ഒപ്പം തന്നെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കള്ളൻ അകത്ത് കയറിയത് കുട ചൂടിയിട്ടാണ്. പക്ഷേ ആ ബിവറേജിന്റെ അടുത്തേക്ക് വന്നത് ചിലപ്പോൾ കുട ചൂടാതെ ആയിരിക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള കടകളിലുള്ള CCTVയിൽ ഈ കള്ളന്റെ മുഖം പതിയാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കള്ളനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് വരുന്നു. ഒപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടമായ മദ്യക്കുപ്പികളുടെയും പണത്തിന്റെയും അളവ് തിട്ടപ്പെടുത്തി വരികയാണ്. ഷിഹാസ്, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.